ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2257. ഇന്ന് മാർച്ച് മാസം 6-ാം തീയതി, 65-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വലിയ നോമ്പ് 19-ാമത്തെ ദിനം. കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ മതിയാവും ഏതൊരാൾക്കും. ജീവിതത്തിന്റെ പ്രതിസന്ധികളെയും സമ്മർദ്ദങ്ങളെയും എങ്ങനെ മറികടന്ന് മതിയാവും. ക്രിസ്തുയേശു തന്നെയാണ് അതിന് ഏറ്റവും ഉത്തമമായ ഒരു പരിഹാരവും മാതൃകയുമൊക്കെ. സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും നമുക്ക് മറികടക്കാൻ പറ്റും. മൂന്നാമതൊരു അടരും കൂടിയുണ്ട്, പ്രത്യാശയാണ്. ഒന്നും ഇവിടം കൊണ്ട് തീർന്നു പോകുന്നില്ല എന്നുള്ളതാണ്. എല്ലാറ്റിൻ്റെയും ഒരറ്റം ഭൂമിയിലാണ്, അപ്പോൾ മറ്റേ അറ്റം അത് നിത്യതയിലാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ ഈ കഷ്ടതകൾ നിസ്സാരമാണ്. അതൊരു തിരിച്ചറിവും കൂടിയാണ്, പ്രത്യാശയുടെ ഒരു പ്രകാശമാണ്. ഇരുട്ടിൽ ഒരു മെഴുകുതിരിവട്ടത്തെ നോക്കി യാത്ര ചെയ്യുന്ന പോലെയാണ്. ക്രിസ്തുയേശുവാണ് നമ്മുടെ ആത്യന്തികമായ പ്രത്യാശ. തീർച്ചയായും ജീവിതത്തെ അടിമുടി തകർത്ത് കളഞ്ഞേക്കാവുന്ന സകല പ്രതിസന്ധികളെയും ഇങ്ങനെ സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും പ്രതീക്ഷ കൊണ്ടുമൊക്കെ നമുക്കൊന്ന് മറികടക്കാനായിട്ട് പറ്റും. അപ്പോഴൊരു ചെറിയ കാര്യമാണ് യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച്. ആർക്കാണതില്ലാത്തത്? എനിക്ക് തോന്നുന്നു ലോകത്ത് സകലർക്കും തന്നെ ക്രിസ്തുയേശുവിൽ വിശ്വാസമുണ്ട്. നല്ല കാര്യമാണ്. ജീവിതത്തിൽ അതൊരു വലിയ ആശ്വാസവും ബലവുമാണ്. പക്ഷേ ഒരു കാര്യത്തിൽ അല്പം കൂടി മുമ്പോട്ട് പോകണം, കുറച്ചുകൂടി വ്യക്തത വരണം. യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാന്നുള്ളതാണ്. പിന്നെന്താ ചെയ്യേണ്ടേ? യേശുവിൻ്റെ ചില വിശ്വാസങ്ങളുണ്ടായിരുന്നു. അവയെക്കുറിച്ച് നമുക്കൊരു അന്വേഷണമൊക്കെ വേണ്ടേ? മിനിമം അറിവൊക്കെ വേണ്ടേ? അവബോധം വേണ്ടേ? യേശുവിൽ വിശ്വസിക്കുക മാത്രമല്ല, യേശുവിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കണം. യേശു എന്തിലൊക്കെയാണ് വിശ്വസിച്ചത്? ആലോചിച്ച് നോക്കിയേ. കാര്യങ്ങൾ ഒട്ടും നമുക്ക് അനുകൂലമല്ലാതെ പോകുമ്പോഴും നീങ്ങുമ്പോഴും ഒരു അദൃശ്യകരം എന്നെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട് എന്നൊരു വിശ്വാസത്തിലായിരുന്നു ക്രിസ്തുയേശു ഭൂമിയിൽ ജീവിച്ചത്. ഏത് കാറ്റിനെയും തിരമാലയും ഒരു മൃദു ശാസന കൊണ്ട്, ശബ്ദം കൊണ്ട് ശാന്തമാക്കാനായിട്ട് അവിടുത്തേക്ക് കഴിയും. എന്നാൽ എപ്പോഴും അവിടുന്ന് അത് ചെയ്യുമെന്ന് അതിനർത്ഥമില്ല. അനുദിന കുരിശുകളും നിത്യജീവിതത്തിലെ ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കേണ്ട ക്ലേശങ്ങളെക്കുറിച്ചുമൊക്കെ ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും അമരത്ത് തലയിണ വെച്ചുറങ്ങിയ ഒരു യേശുവിനെ കുറിച്ച് നമ്മൾ കാണാതെ പോകരുത്. സുവിശേഷത്തിന്റെ താളുകളിൽ കടല് കഠിനമായ വിധത്തിൽ പ്രക്ഷുബ്ധമാകുമ്പോഴും കലഹിക്കുമ്പോഴും അതിനകത്തും ഒരു ശാന്തത കണ്ടെത്താനായിട്ട് സാധിക്കണം. അത് തീർച്ചയായിട്ടും ഒരു പ്രത്യാശയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോഴും എന്നെ പൊതിഞ്ഞൊരു സ്നേഹമുണ്ടെന്നുള്ള ഒരു ധാരണ. ആമേൻ.